യൂട്യൂബ് ചാനൽ ആൻഡ് ഇറ്റ്സ് മീ പാർവതി. ഗൈസ്, ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാളെ എനിക്ക് പ്രോഗ്രാമാണ് 14-ാം തീയതി. മാർച്ചല്ലേ ഈ മാസം മാർച്ച് 14-ാം തീയതി. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഒരു ഒരു എന്താ ബാക്ക് പാക്കിംഗ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ നാട്ടിൽ തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത്. വിഷുവല്ലേ 15-ാം തീയതി. അപ്പോൾ അതിന് കാളകെട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഷർണക്കാവ് അമ്പലത്തിലോട്ട്. അപ്പോൾ അതിൻ്റെ ഇതാക്കി ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അത്ര തന്നെ. പിന്നെ ഞാൻ എല്ലാ സാധനവും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കും പ്ലീസ്. ഇത് കൂടി അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി ഒന്ന് എടുത്ത് വെക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അതുപോലെ എൻ്റെ ക്യാമറമാനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അനിയനാണ് ഗൈസ് ഇന്ന് ക്യാമറമാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നേ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത്. അവനെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ ഫ്രണ്ട് വരാൻ കുറച്ച് നാണമുള്ള ആൾക്കാരൊക്കെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്കിപ്പോൾ ഓപ്ഷനായിട്ട് ഈ ഒരു ട്രോളി ബാഗ് ഉണ്ട്. പിന്നെ ഒരു കുട്ടി പണ്ട് എപ്പോഴത്തെയോ ഒരു സ്കൂൾ ബാഗ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. പിന്നെ പൊങ്കാലിക്ക് പോയപ്പോൾ ഈ ഒരു ബാഗ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അത് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ. പക്ഷേ ഇതായിരുന്നു നല്ലേ അല്ല ഇതിനകത്താകുമ്പോൾ എല്ലാം കൊള്ളില്ലേ? എനിക്കിപ്പോൾ ഒരു മനംമാറ്റം. ഇതെടുക്കാല്ലേ? ഇതൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഈ ബാഗിൽ ഫൈനലൈസ് ചെയ്തു. ബട്ട് ഇതെല്ലാം കൂടി വെക്കുമ്പോൾ സ്ഥലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഈ കുട്ടി എന്തിട്ട് കാണിക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതാക്കാം. ഓക്കെ, സ്റ്റിക്ക് ഓൺ ചെയ്യാം. ചിലപ്പോൾ ഇതിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ ഇരിക്കും. നമുക്ക് ഇതിനകത്ത് ആദ്യമേ ഒന്ന് വെച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ സാധനത്തിൽ കാണിച്ചു തരാം. താത്തു പിടിച്ചോളാം, കുഴപ്പമില്ലേ? താത്തു പിടിച്ചോളാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഉണ്ടായത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സാണ്. ഇങ്ങനെയാണ് ഞങ്ങളെ ഇതാക്കി വെക്കുന്നത്. എൻ്റെ മോന് കാണിക്കാമോ പ്ലീസ്? ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഫുൾ ഇങ്ങനെ ഓരോ റോ പോലെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഓരോ റോയ്ക്കകത്താണ് ഇരിക്കുന്ന സംഭവം. അതിന് നമുക്കൊന്ന് എടുത്ത് എല്ലാം കൂടെ സെറ്റ് ചെയ്യണം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എങ്ങനെ തുറക്കണമെന്ന് ഒരു പിടി കിട്ടുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറ്. എന്താ വേണ്ട, റെഡ് കളറാണ്. ടോപ്പിൻ്റെ കളറാണ് ഇത്, റെഡ്. പിന്നെന്താ, ഇത് ഭയങ്കര പാടാൻ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതൊരു ബ്ലൂ കളർ പാൻറ്റാണ്. എൻ്റെ പാൻറ്റിൻ്റെ കളർ ബ്ലൂ ആണ്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വെറുതെ ഒരു മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാണിക്കണതേ ഉള്ളൂ. പിന്നെ ഇതെന്തിനാ മീൻസ് എല്ലാം കെട്ടിയൊക്കെ വെച്ചേക്കുവാണ്. കഴിഞ്ഞ പ്രോഗ്രാമിന് വന്ന് വെയിലത്തൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. ഇത് മറ്റേ സാധനം, കറക്റ്റ് പേരൊന്നും അറിയത്തില്ലേ. എങ്ങനെ ഇരിക്കുന്ന സാധനം ഇല്ലേ? അത് ഫോൺ നേരെ വെക്കണം. പക്ഷെ എവിടൊക്കെ ഇരിക്കണമെന്ന് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇത് മറ്റേ ഫാൻ എന്നാണോ പറയുമോ? ഓക്കെ, എന്തൊരു പാട്ട്. ഇത് മറ്റേ സാധനം ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇത്. പിന്നെ ഇത് ഇവിടെ വെക്കണത്. പിന്നെ ഇത് ബാക്ക് ഷീറ്റ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ്. നമുക്ക് ഇതൊന്ന് ഇനി വെക്കാം. നമുക്കിനി ഇതിൻ്റെ അകത്ത് വെക്കാം. ഇത് കുറച്ച് ലാഗ് ആവുമായിരിക്കും. ലാഗെന്നല്ല, എനിക്ക് അറിയത്തില്ല എന്തിനാ പറഞ്ഞു തരേണ്ടതെന്ന്. നമുക്ക് ഈ പാൻറ് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാം കൊള്ളൂന്ന്. ബട്ട് ഒരു ഊഹത്തിൻ്റെ പേരിൽ അങ്ങ് വെക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളുമായിരിക്കുമോ? കൊള്ളുമായിരിക്കല്ലേ? ഇവിടെ ക്യാമറമാൻ പറഞ്ഞ പിന്നെ അപ്പീരൊന്നുമില്ല. അപ്പം പറയുന്നത് ഞാൻ കേട്ടാൽ മതി. ചിലപ്പോൾ എന്താണ് ക്യാമറ ഒക്കെ അനങ്ങും ഒക്കെ ചെയ്യുമായിരിക്കും.
അവൻ്റെ കൈ കഴിക്കുമ്പോൾ അവൻ അനക്കുന്നതാണ്. നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുക. ഡോണ്ട് മൈൻഡ് ചെയ്യണ്ടോ, മൈൻഡ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇഗ്നോർ ഇട്ട്. ഓക്കെ, മതിയോ? സമാധാനമായോ? ഓക്കെ, ഇനി നമുക്കിതെല്ലാം ഒന്ന് വെച്ച് നോക്കാം, സെറ്റ് ആകുമോ നോക്കാം. ജസ്റ്റ് ട്രൈ ഇറ്റ് ആക്ച്വലി. ഓക്കെ, ഡ്രസ്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ? ഇതിനകത്തോട്ടൊന്ന് കാണിക്കൂ. കാണുന്നുണ്ട്? ഓക്കെ, ഡ്രസ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് എല്ലാം കൊള്ളും, എന്നാലും ഞാൻ കൊള്ളിക്കുക. നമുക്കിനി അടുത്തത് ചിലവ് വെക്കാല്ലേ, അല്ല ഇത്. ഓക്കെ, നമുക്ക് ഈ ടിന്നിനകത്ത് എന്തിനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എവിടെ ഇരുന്നു പാവം എൻ്റെ ക്യാമറമാൻ എണ്ണീറ്റ് ഇങ്ങ് വരെ വരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ഭയങ്കര ഭയങ്കര വലിയ സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് കമാലേന്ന് മോതിരം, മൂക്കൂത്തി 3 മൂക്കൂത്തിയും ഇത്രയും മോതിരവും. ഇതാണ് ഈ ടിന്നിൻ്റെ അകത്ത് ഉള്ളത്. നമുക്ക് ഇതും കൂടി ഒന്ന് സെറ്റാക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് സാധാ സ്ലൈഡ് എന്നാണ് തോന്നുന്നു പറയുന്നത്, എന്തിനേലും ആയിട്ട് അത്. പിന്നെ ഇത് എല്ലാം വേണം. ഇത് കുട്ടി സേഫ്റ്റി പിൻ. പിന്നെ യു പിൻ എല്ലാ ഡാൻസേഴ്സിൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ. പിന്നെ കുറച്ച് ചരടുണ്ട്. പിന്നെ നാടയില്ലേ, അതും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ചരടാണെങ്കിൽ മേടിച്ചോണ്ട് വന്നായിരുന്നു ഗൈസ്, അതെവിടെ പോയി? കട്ടി അതിനകത്ത് ചരടുണ്ടെങ്കിൽ അതിനടുത്ത്. ഓക്കെ, ചരട് ഇപ്പോൾ മേടിച്ചായിരുന്നു ഗൈസ്, ഞാൻ അതെവിടേക്ക് കൊണ്ടുവച്ചു. ഈ ചരടും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചരടിൻ്റെ സംഭവമൊക്കെ സെറ്റായി. ഇതാണെങ്കിൽ ഗൈസ് ഇതൊരു നൊസ്റ്റാൾജിക് സാധനമാണ്, കാണില്ല. ഇത് ഞാൻ പോയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിൻ്റെയും ഐലാഷസും കുറച്ചധികം കൊണ്ട് കാണിക്കും, കുറച്ചധികം പൊട്ടും മൂക്കൂത്തി അതൊക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കി വെച്ചാണ് കലോത്സവത്തിനൊക്കെ പോയതിൻ്റെ. അതാണ്. പിന്നെ ഇതും അതേപോലെ ഒരു സാധനമാണ്, മറ്റേ ഈ സാധനം ഇല്ലേ നെറ്റ് തലയിലിടുന്നത്, അത് ഓരോ പ്രോഗ്രാമിൻ്റെയാണ്. ഇതെന്തായാലും കൊണ്ടുപോകുന്നൊന്നുമില്ല. ഇത് നമുക്കിവിടെ ഉപേക്ഷിക്കാമല്ല, അവിടെ വെച്ചേക്കാം. ഇതിനെ അവിടെ വെച്ചേക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടെ വെക്കാം. ഓക്കെ, വെച്ചിട്ട് വന്നിട്ട് കാണാം. ഇതിൻ്റെ അകത്ത് കൊള്ളത്തില്ല, നമുക്ക് തിരിച്ച് നമ്മുടെ പെട്ടിയിൽ തന്നെ വരാം. ഞാൻ ഇതൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വന്നിട്ട് കാണാം. ഈ പെട്ടിയിൽ നമ്മൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളും കൂടി വെക്കാം. നമുക്ക് അടുത്തത് ഈ കോട്ടൺ തുണിയിൽ ഈ തുണി വെക്കാം. മറ്റേ ഷേപ്പറിൻ്റെ സാധനമാണത്. അടുത്തത് നമുക്ക് തിരുപ്പൻ വെക്കാം. തിരുപ്പൻ കണ്ടു എൻ്റെ കഴുക്കൂന്തൽ അത് വന്നു കേട്ടോ. നമുക്ക് നമ്മുടെ കാർക്കൂന്തൽ വെച്ച് കൊടുക്കാം ഇങ്ങോട്ടേ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചല്ല പൂക്കളാണ് തലയിൽ വയ്ക്കുന്ന. പ്ലാസ്റ്റിക് അല്ലേ, ഇതൊരു ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് ഇത് തൊട്ട് വയ്ക്കിയത് പ്ലാസ്റ്റിക്കാണ്. ഇതാ തുണിയുടെ ഒരു തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതാണ് ഞങ്ങളുടെ പൂവ് എന്ന് പറയുന്നത്. ഇത് ഇയാളെയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇയാളെയും കൂടി ഇവിടെ ഒന്ന് ഉറപ്പിക്കാം. നമുക്ക് അടുത്ത കുഞ്ചല വയ്ക്കാം. അതായത് ഇത് മുടിയുടെ അറ്റത്ത് കെട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുഞ്ചല വന്നിട്ട് മുടിയുടെ അല്ലാത്ത നോർമൽ കുഞ്ചലമാണ് ഇത്. എന്നിട്ട് ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്ത് എന്തിനാ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കാണിച്ചേ.
ടിഷ്യൂ കണ്ണാടി, നോർമൽ കണ്ണാടി. ഇതേ ഉണ്ടോ, കണ്ണുണ്ടോ? ക്യാമറമാനെ ചിലപ്പോൾ അതിനകത്ത് കാണാവോ? കൈ മാത്രം കാണാം, അല്ല ഓക്കെ കണ്ണാടി. ഇത് ഇപ്പോൾ എനിക്ക് വേണ്ടതാണ്. ബ്ലാക്ക് നെയിൽ പോളിഷ് ആണ് വെച്ചിരിക്കുന്നത്, അത് റെഡ് ആക്കണം. പിന്നെ ഒരു ക്ലിപ്പ്, പേപ്പർ സോപ്പ്, ഈ ക്യൂട്ടീൻ്റെ ഒരു സോപ്പ്, പിന്നെന്താണ് ഹാൻഡ് വാഷ്, വെറ്റ് ടിഷ്യൂ. ബട്ട് ഇത് ഞാൻ വീട്ടിൽ വന്നിട്ടായിരിക്കും മേക്കപ്പ് റിമൂവ് ചെയ്യുക. അപ്പം ഈ സാധനവും പിന്നെന്താ വേറെ എന്താ, ഇത് ഇത്രയും ഞാൻ ഇതിൻ്റെ ഇത് ഇത്രയും ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. സോ ഇത് ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം കാണിക്കുമ്പോൾ ഒന്ന് കാണിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു എണ്ണ 10 രൂപേൻ്റെ ഇത് പാരച്യൂട്ടിൻ്റെ എണ്ണ, പിന്നെ ഹിമാലയയുടെ നെയ്യും ഫേസ് വാഷ്, ഇതും മറ്റേ ASMR ഇല്ല ഗൈസ്. ഓക്കെ, ഇതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചിട്ട് ഇത് താഴെ തന്നെ വാഷ്റൂമിൽ വെച്ചേക്കാം. പിന്നെ ഇതെടുത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കണത് എന്താണ്, ഷോൾ. നമ്മൾ മേക്കപ്പ് ഇപ്പോൾ ഒരു സ്റ്റുഡിയോ അല്ല, ഒരു പാർലറിലാണ് പോണത് മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്നതാണ് ദൂരമേ ഉള്ളൂ സ്റ്റേജിൻ്റെ ഇങ്ങോട്ടേക്ക്. ഗൈസ് വലിയ സ്റ്റേജൊന്നും അല്ല, നമ്മുടെ കുട്ടി സ്റ്റേജ് നമ്മുടെ നാളെ കൊണ്ടുവന്ന് ഞങ്ങൾ വെറുതെ ഒരു പ്രോഗ്രാം ചെയ്യാം, വെറുതെ അല്ല കേട്ടോ, പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു വിഷർ വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മറ്റേ ഫാൻ ഇല്ല ഗൈസ്. അപ്പം നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയപ്പോൾ അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീശിക്കൊണ്ട് ഇരിക്കാം. എന്താണ് മാൻമെയ്ഡാണ്, മാനുവലി കിട്ടത്തുള്ളൂ. മാനുവലി ഇങ്ങനെ വീശിയാൽ കിട്ടും കാറ്റ്. അങ്ങനെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി എനിക്ക് കൊച്ചെന്തോ വിശിക്ക് കൊച്ചാണ്, പക്ഷേ അതിൻ്റെ ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഇല്ലാത്ത സാധനം നമ്മളൊന്നും ഇനി എടുക്കാൻ പറ്റില്ലല്ലോ അവസാന നിമിഷം. സോ ഇതെല്ലാം ആണെന്ന് കാണിച്ചു കൊടുക്കും എൻ്റെ പെട്ടി. ഓക്കെ, ഇതെല്ലാം ആണ് ഞങ്ങളുടെ സാധനം, ഞങ്ങളുടെ